ഞാൻ പറഞ്ഞ പോലെ എല്ലാം വർക്കൗട്ട് ആയി തോന്നുന്നു. ചെലവിയടാ. നിങ്ങൾ കളിക്ക്, ഞാൻ വരുന്നു. എന്നാ കളിയാ ഡള്ളായിട്ടിരിക്കുന്ന? അങ്ങനെയില്ല, ഇല്ല ഒരു കുഴപ്പമില്ല. എടാ നീ കള്ളു കുടിച്ചാ? എടാ ഓയ് ഇവൻ കള്ളു കുടിച്ചാ? എവിടെ ആ മുഖം ഒന്ന് കാണട്ടെ. കാണിച്ചടാ കാർത്തികേ. വയ്യടാ. എടാ ഇവൻ ശരിക്കും കുടിച്ചിട്ടുണ്ട്. നിന്റെ ഒരു എന്ത് പരിപാടിയാ? ഒറ്റയ്ക്ക് പോയി കുടിച്ചല്ലേ? ചുമ്മാ ഇരടാ. എടാ കാർത്തികേ, എടാ മച്ചു, എടാ മച്ചു എന്താടാ കരച്ചിലൊക്കെ? എന്ത് പറ്റി? എന്താടാ? മച്ചു, ആ കാർത്തിക ഉണ്ടല്ലോ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞടാ. അയ്യോ കാർത്തികേ, ഞാൻ നോക്കുന്നത്, അവളുടെ പുറകെ പോകുന്നത്, അതൊന്നും അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞടാ. അയ്യേ കാർത്തികേ, നീ ഇത്രേ ഉള്ളോ? എടാ അളിയാ, തുടക്കമൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാടാ. കുറച്ച് കഴിയുമ്പോ നീ കണ്ടു കാർത്തിക വന്ന് നിന്നോട് ഇഷ്ടാന്ന് പറയും. അതേടാ. ഇല്ലടാ മച്ച, അവൾ എന്നെ ഡാന്നൊക്കെ വിളിച്ചടാ. എന്തോ പറയുന്നേ? അതേടാ മച്ചു, അവൾ അങ്ങനെ പറഞ്ഞത് കൊച്ചു പിള്ളേരൊക്കെ കേട്ടടാ. എനിക്ക് നാണക്കേടായടാ അളിയാ. അളിയാ, എനിക്കിനി ഇങ്ങനെ ഒരു ജീവിതം വേണ്ടടാ. ഞാൻ ചാകാൻ പോവാടാ. കോപ്പേ, ഇതിനു വേണ്ടിയോ? പോടാ, പോയി ചാക. നീ എന്നോട് അങ്ങനെ പറഞ്ഞാടാ, ഞാൻ പോയി ചാകാൻ പോവാടാ. എനിക്ക് ആരെയും വേണ്ടടാ. തമാശ പറഞ്ഞ നീ ഞാൻ ചാകാൻ പോവാ. ചാകാനും സമ്മതിക്കില്ല. ഒരു പെണ്ണിന് വേണ്ടി ഇടിച്ചെന്റെ മൂക്കിയാൻ പറ്റും പറഞ്ഞേക്കാം. അടിക്കടാ മച്ചു, അടിക്ക്. അടിച്ചെന്നെ അങ്ങ് കൊല്ല്. എന്റെ കാർത്തിക, അവള് തന്നെയല്ലേ വന്ന് സംസാരിച്ചത്. അപ്പൊ അത് സത്യമല്ലേ? സത്യമല്ലെങ്കിൽ പിന്നെ എന്തിനാ അന്ന് അവൾ അങ്ങനൊക്കെ ചോദിച്ചത്? അപ്പൊ അത് സ്നേഹമല്ലേ? കാർത്തികേ, എന്റെ അനിയത്തി മേരി അത് സ്നേഹമാണെന്നാണല്ലോ പറഞ്ഞ്. എന്റെ അളി നീ ഇങ്ങനെ. പക്ഷെ ഇപ്പൊ ഞാൻ റൗഡി, നാട് ചുറ്റുന്നവൻ. എന്നെ ഇഷ്ടമല്ല. നീ ഇങ്ങനെ വിഷമിക്കാതെ. കാർത്തിക് പറയുന്ന കേക്ക്. കൊച്ചുകുട്ടികളെ പോലെ എടാ ആൾക്കാരെല്ലാം നോക്കി നിൽക്കുക. നാണക്കേടല്ലേ? ആരാടാ നോക്കുന്നേ? എടാ ആരും കാണുന്നില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. വാ പോവാ. എന്താടാ എന്താളിയത്? വാ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ ലവ് ഫെയിലിയറിൽ ഇരിക്കുമ്പോ നിനക്ക് 3 പെണ്ണുങ്ങളോ? എടാ നിന്നെ നീ ആരടാ? ഹീറോ ആണോ ഇവിടുത്തെ? ആരെങ്കിലും ഇനി പ്രേമിച്ച് നടന്നാ കൈയും കാലും വെട്ടിക്കളഞ്ഞ. അവൾ എനിക്ക് വേണ്ടടാ മച്ചു. ശരി ഓക്കെ, വിട്ടേക്ക് വിട്ടേക്ക് വിട്ടേക്ക്. എനിക്ക് നീ മതിയടാ. ശരി ശരി, വാ വാ വാ. എന്റെ അനിയത്തി മേരി, റൊണാൾഡോ എന്റെ മരുമകൻ. ഓക്കെ സമ്മതിച്ചു. സത്യമായിട്ട് പറയുവാടാ മച്ചു, എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി, അത് റൊണാൾഡോയ്ക്കാടാ. ശരി ശരി അളിയാ, ഓക്കെ വാ നമുക്ക് പോവാം. വാ വാ. അടിച്ച് പാമ്പായിന്നാ തോന്നുന്നേ. അതാ. എന്തുവാടാ? അവളതിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേടാ. കല്യാണം കഴിച്ചാലേടാ കൊച്ചുണ്ടാവും. എനിക്ക് കല്യാണം നടക്കത്തില്ലടാ. ആരെങ്കിലും കുറച്ച് വെള്ളം എടുത്തോണ്ടേ. നീ എന്തിനാ കരയുന്നേ? ഞാനുണ്ടോ നിനക്ക്? നമുക്ക് വേറെ പെണ്ണ് വളക്കടാ, മനസ്സിലായാ? എടാ മോനെ, ഒരു പുഴുങ്ങിയ മുട്ട തരട്ടെ. ചോദിക്കുന്ന എന്തിനടി കൊടുക്ക്. ഞാൻ എന്താ അവന് കൊടുക്കല്ലേ? എന്നെ ആ കുട്ടിയെ അച്ഛൻ കാണിച്ചടാ. നല്ല ചേലുണ്ട്. അമ്മ പറയുന്ന കേക്ക് മോനെ, നിനക്ക് നല്ല ചേർച്ചയാ അവള്. അമ്മേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? മിണ്ടാതിരിക്കാൻ നോക്ക്. ഒന്നുമില്ലെങ്കിലേ നീ എന്തിനാ ഇന്നലെ ചാവാൻ വേണ്ടി പോയേ? ഈ അച്ഛനെയും അമ്മയും കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടോ നിനക്ക്? നേർച്ചയും കാഴ്ച വെച്ച് കിട്ടിയതാണോ നിന്നെ? രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ലടാ എനിക്ക്. എന്റെ മോനെ, നിന്റെ ഈ നശിച്ച കൂടി ഒന്ന് നിർത്തടാ. കഴിക്കണ നേരത്തെ എന്തൊക്കെ പറയണ? മിണ്ടരുത്. നിങ്ങൾ കാരണമാ എന്റെ മോൻ ഇങ്ങനെ കുടിക്കുന്നേ. എന്റെ മോൻ നശിക്കാൻ കാരണമേ മിണ്ടായിരുന്നോണം പറഞ്ഞേക്കാം. എടാ നോക്കടാ, നീ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന പിന്നെ നിന്റെ അമ്മ ഒരിക്കലും കാണില്ല. ഇവിടുന്ന് ജോലിക്ക് പോയാ നേരെ വീട്ടിലേക്ക് വന്നേക്കണം, പറഞ്ഞേക്കാം. എന്റെ പൊന്നുമോനെ, നീ വിഷമിക്കാതെ പോണേ. നിനക്ക് സുന്ദരിയായ ഒരു കൊച്ചിനെ കിട്ടൂടാ. എന്റെ വേറെ കുട്ടി അവക്ക് വേണ്ടെന്ന് വൃത്തിയായിട്ടവള്. എന്റെ പൊന്നു മോനെ, നീ പൈസ ചേട്ടനെ ഒന്ന് വിട്ടേ. ഒന്ന് മാറി നിൽക്കണ്ട പൊന്നി. അല്ലേ? അയ്യോ ഇതെന്തിനാ എനിക്ക്? ഉത്സവത്തിന്റെ ആവശ്യത്തിന് വെച്ചോ? നീ ഇങ്ങോട്ട് വന്നേ. ഇലക്ഷന്റെ തീയതി ഇങ്ങെടുത്തു.
മനസ്സിലായല്ലോ? മാർച്ച് 3 നമ്മുടെ പവർ എന്താണെന്ന് കാണിക്കണം. ഈ പ്രാവശ്യം ശരിക്കും കഷ്ടപ്പെടണം. മനസ്സിലായല്ലോ? ആ പഠിക്കാൻ അവന്മാര് റെഡി ആയിരിക്കാ. നോക്കാനല്ലേ, ഒന്നിനെയും പേടിക്കാൻ പാടില്ല. ഞാൻ നോക്കേ, നമ്മുടെ ഈ സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചേ മതിയാകൂ. മനസ്സിലായല്ലോ? ഏട്ടാ, ആ പ്ലാൻ ഒന്നും തെറ്റില്ല എന്റെ ഏട്ടാ. ഏട്ടൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളാണ് ഇവിടെ ഭരിക്കുന്നത്. അതല്ല അല്ലേ, നാളെ ആ ചുവരിന്റെ അടുത്ത് വല്ല മീറ്റിംഗ് നടന്നാലുണ്ടല്ലോ, ഇതുവരെ ആ ചുവര് തിരിച്ചു പിടിച്ചില്ലെന്ന് കാർക്കിച്ച് തുപ്പില്ലേ? അവന്മാർ അഹങ്കാരമാണെങ്കിൽ അങ്ങ് ഭയങ്കരവാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നോക്കാനല്ലേ, പേടി ഒരിക്കലും ഉണ്ടാകരുത്. ഇനി അവന്മാര് നമ്മളെ കണ്ട് പേടിക്കണം. അവര് പേടിച്ചോടും ചേട്ടാ. ഏട്ടൻ പേടിക്കാത്ത ധൈര്യമായിട്ടിരിക്കെ. വേറെന്താടാ, ഈ ചുമര് മാത്രമല്ലേ? ഈ വിഷയത്തിന് മുരുകൻ ചേട്ടൻ വരില്ലേ? എന്താടാ, പേടിയാണോ നിനക്ക്? എന്താ പേടിയാണെന്നോ? അളിയാ, ആ ചുമര് കാരണം വെറുതെ പ്രശ്നം ഉണ്ടാവില്ലേ? എടാ നിന്നെയും കൊല്ലാൻ നോക്കിയല്ലേ, സത്യമായിട്ട് അതിന് ശക്തി ഉണ്ടോ? പോടാ നീ, ഓട്ടോക്കാരൻ കുറുകെ വന്നിട്ടാ. അളിയാ, രണ്ടുപേര് ബൈക്ക് വന്ന് ചത്തായിരുന്നു. എങ്ങനെയായിരുന്നു? നല്ല വെള്ളമായിരുന്നു. കൺട്രോള് പോയി ചെവിരിലാ പോയിടിച്ചത്. അത് ചെവിരിന് ക്ഷാമാണെന്നാ പറയുന്നത്. ചാകാനുള്ളവന് വേറെ എവിടെയെങ്കിലും പോയി ചത്താ പോരെ? എന്തിനാ ഈ ചോരി തന്നെ വന്നിരിക്കുന്നേ? ഒന്ന് പോടാ. മച്ചു, അവിടെ മരിച്ചവർക്കെല്ലാം പല പല കാരണങ്ങളാ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. ചുമരിനോടുള്ള ഭയം കൊണ്ടാ നമ്മളിങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. എടാ, ഇതൊക്കെ കണ്ണന്റെ ആൾക്കാരുണ്ടാക്കിയ പടക്കവാ. ആൾക്കാരിൽ മരണഭയം ഉണ്ടാക്കി ആരും തൊടത്തില്ലല്ലോ. ഇതൊക്കെ ഒരു സൂത്രം അറിയോ? ചുവര് പിടിച്ചെടുക്കുന്നുള്ള പേടിയാ. ചുമര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവന്മാർ അടങ്ങിയിരിക്കുന്നതാണോ? ഇതല്ലെങ്കിൽ നാളെ വേറെ ഒരെണ്ണം. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ആ ചുമര് മുഴുവൻ വൈറ്റ് വാഷ് അടിക്കണം. അതാ ശരി. പണ്ട് നടന്നൊരു പ്രശ്നം ഇതുവരെ അതിന് അവസാനമായില്ല, നാളെ അവസാനിക്കില്ല. പ്രശ്നം കണ്ണൻ തന്നെയല്ലേ, നേരെ അവനോട് പോയി മുട്ടാം. അതല്ലാതെ വെറുതെ. എടാ മച്ചു, എടാ ഒരു സാധാരണ ചുവരിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നത് നമ്മളെ മാത്രമായിരിക്കും ഇവിടെ. ഒന്ന് തന്നാലുണ്ടല്ലോ, സാധാരണ കാര്യമാണെന്നോ? ഇതൊരു ചുവര് കാരണം വന്ന പ്രശ്നമാണെന്നാണ് വിചാരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കൈയും കെട്ടി കൃഷ്ണന്റെ മുമ്പ് ജോലി ചെയ്ത ചെല്ലപ്പൻ അയാളോട് എതിർത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞല്ലേ മരിച്ചത്. ഒടുക്കത്തെ കാശും പാർട്ടിയിലെ നേതാവ്. ഈ ഒരു ചുവരിന് വേണ്ടി കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രശ്നം ചുവര് മാത്രമല്ല, അധികാരം. അവൻ ചെയ്തു കൂട്ടുന്നത് ആരും എതിർക്കാൻ പാടില്ല. നമ്മുടെ മുതുകത്ത് കയറാൻ വന്ന കൈയും കെട്ടി നമ്മൾ നോക്കി നിൽക്കണമെന്നാണോ? ഈ ഒരു ചുവരിന് വേണ്ടി എത്ര ആൾക്കാരെ ചത്തു വീണത്? അല്ല, ഇനി അവന്റെ അച്ഛന്റെ പടം അവിടെ ഇരിക്കണമെന്നാണോ? തൊട്ടാ കൊല്ലുമെന്നല്ലേ പറഞ്ഞേ? നോക്കാം ആരാ ചാകുന്നെന്നോ. പക്ഷെ ഇത് മുരുകേട്ടന് വേണ്ടിയാ ചെയ്യുന്നെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. നമുക്ക് വേണ്ടി മരിച്ചു വീണ കുറെ പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടി തന്നെയായത്. ഇത് നമ്മളല്ലാതെ വേറെ ആരാണ് ചെയ്യേണ്ടത്? ഞാൻ പോവാ. ഇതൊന്നും ശരിയാവില്ല, ഞങ്ങള് പോട്ടെ. നീ പറയുന്നതൊക്കെ ശരി തന്നെ. എത്ര നാളുകൊണ്ടുള്ള പ്രശ്നമാണ്. അതങ്ങനെ പെട്ടെന്ന് തീരും തോന്നുന്നില്ല. അന്നൊരു കൊച്ചു പയ്യൻ, അവൻ വെറുതെ ചമരി കയറി എന്ത് വലിയ പ്രശ്നമായെന്നറിയാം നിനക്ക്? എന്തായാലും ആലോചിച്ചിട്ട് മതി. എന്താടാ നിനക്ക് പേടിയാവുന്നില്ലേ? അതല്ലടാ മച്ചു, നീ ചെയ്തോടാ. ആര് വന്നാലും പ്രശ്നമില്ല, നിന്റെ കൂടെ ഞാനുണ്ടാവും. വേണ്ട, നീ പേടിക്കാതെ ചെയ്യടാ മച്ചു. എന്ത് വേണമെങ്കിലും നടക്കട്ടെ, നമുക്ക് നോക്കാം.